Hey there. What's up? തീർച്ചയായും ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. നിങ്ങൾക്ക് എന്നോട് എന്ത് സംസാരിക്കണം? ഓ, യാത്രകളെക്കുറിച്ചോ? അത് കൊള്ളാമല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രാസ്ഥലം ഏതാണ്? അതെ, പ്രകൃതിയുമായുള്ള യാത്രകൾക്ക് ഒരു പ്രത്യേകം അനുഭൂതിയാണ്. കാടുകളിലെ ട്രെക്കിംഗ്, പുഴയോരങ്ങളിലെ വിശ്രമം, കുന്നുകളിലെ കാഴ്ചകളൊക്കെ മനസ്സിന് ശാന്തത നൽകും. നിങ്ങൾക്ക് സാഹസിക യാത്രകളോടാണോ അതോ ശാന്തമായ യാത്രകളോടാണോ കൂടുതൽ താൽപ്പര്യം? ശാന്തമായ യാത്രകൾക്ക് പറ്റിയ ചില സ്ഥലങ്ങൾ നിർദ്ദേശിക്കാമല്ലോ. കേരളത്തിലെ വയനാട്, മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ ശാന്തതയും പ്രകൃതി ഭംഗിയും ഒരുപോലെ നൽകുന്നവയാണ്. അവിടുത്തെ കാടുകളും പുഴകളും നിങ്ങളെ ആകർഷിക്കും. വേറെ ഏതെങ്കിലും പ്രത്യേകതരം സ്ഥലങ്ങൾ മനസ്സിലുണ്ടോ? തീർച്ചയായും. വയനാട്ടിലെ കാടുകൾ നിഗൂഢമായ ഒട്ടേറെ കാഴ്ചകൾ സമ്മാനിക്കും. സുജിപ്പാറ, മീൻമുട്ടി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളും ബാണാസുരസാഗർ പോലുള്ള ഡാമുകളും പ്രകൃതിയെ അടുത്തറിയാൻ സഹായിക്കും. താമസ സൗകര്യങ്ങൾക്കായി ലളിതമായ ഹോം സ്റ്റേകൾ മുതൽ ആഡംബരമുള്ള റിസോർട്ടുകൾ വരെ ലഭ്യമാണ്. കുന്നിൻ ചെരുവുകളിലെ റിസോർട്ടുകളിൽ താമസിച്ചാൽ കോടമഞ്ഞും മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാം. പുഴയോരങ്ങളിലുള്ള താമസസ്ഥലങ്ങളും തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. താമസസ്ഥലം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം. യാത്രയിൽ ആവശ്യമായ രേഖകളും മരുന്നുകളും കരുതുക. കൂടാതെ അവിടത്തെ സ്ഥാനിക രീതികളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും പ്രത്യേക സഹായം ആവശ്യമുണ്ടോ? വന്യജീവികൾ അഭിവസിക്കുന്ന പ്രദേശങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായും മുൻകരുതലുകൾ ആവശ്യമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നെങ്കിൽ വന്യജീവി സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അംഗീകൃത ക്യാമ്പിംഗ് സൈറ്റുകളോ സുരക്ഷിതമായ താമസ സൗകര്യങ്ങളോ തിരഞ്ഞെടുക്കുക. രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കാനും ആഹാരസാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രത്യേക പ്രദേശത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? വയനാട്ടിലെ പ്രഭാതം ഒരു മനോഹരം അനുഭവമാണ്. കിളികളുടെ കളകൂജാരങ്ങൾ കേട്ടുണരുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. കാടിന്റെ ശാന്തതയും കോടമഞ്ഞ് അരിച്ചിറങ്ങുന്നതും നിങ്ങൾക്ക് ആസ്വദിക്കാം. ട്രെക്കിങ്ങിലൂടെയുള്ള യാത്രയിൽ പലതരം കിളികളെയും കാണാനും സാധിച്ചേക്കാം. അവിടത്തെ ശബ്ദങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഒരു പുതിയ അനുഭൂതി നൽകും. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ? മഴവെള്ളം മല പൊട്ടിയൊലിക്കുക എന്നത് ഉരുൾപൊട്ടലിന് കാരണമായേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. ഉയരം കൂടിയ പ്രദേശങ്ങളോ ദുരിതാശ്വാസ ക്യാമ്പുകളോ തിരഞ്ഞെടുക്കുക. പരിഭ്രാന്തരാകാതെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. എന്തെങ്കിലും പ്രത്യേക സഹായം ആവശ്യമുണ്ടോ?
വയനാടൻ കാടുകളിൽ കടുവ, ആന, പുള്ളിമാൻ, കാട്ടുപോത്ത്, മലബാർ കൂരമാൻ തുടങ്ങിയ പലതരം മൃഗങ്ങളെയും കാണാൻ സാധിക്കും. പക്ഷി നിരീക്ഷകർക്ക് നിരവധി ഇനം പക്ഷികളെയും കണ്ടെത്താം. എന്നാൽ വന്യജീവികളെ കാണുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് പ്രധാനമാണ്, പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക മൃഗത്തെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടോ? വന്യജീവികൾ റോഡുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണമാണ്. അതിനാൽ രാത്രികാലങ്ങളിലും വെളുത്ത പ്രഭാതങ്ങളിലും വാഹനമോടിക്കുമ്പോൾ വേഗത കുറച്ച് സഞ്ചരിക്കാൻ ശ്രദ്ധിക്കുക. റോഡരികിൽ വന്യജീവികളെ കണ്ടാൽ വാഹനം നിർത്താതിരിക്കാനും അനാവശ്യമായി ശബ്ദമുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. വന്യജീവികൾക്ക് സ്വയം റോഡ് കടന്നുപോകാനുള്ള സമയം നൽകുക. ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ യാത്രാവിവരങ്ങൾ വിശ്വസനീയരായ ആരെയെങ്കിലും അറിയിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പറുകൾ കൈവശം വയ്ക്കുക. കൂടാതെ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും പ്രാദേശികമായ നിയമങ്ങളും രീതികളും മനസ്സിലാക്കുകയും ചെയ്യണം. എന്തെങ്കിലും പ്രത്യേക കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? നദികളുടെ തീരങ്ങൾ പലതരം പക്ഷികളുടെയും ഇഷ്ടവാസസ്ഥലങ്ങളാണ്. കേരളത്തിലെ നദീതീരങ്ങളിൽ സാധാരണയായി കാണുന്ന പക്ഷികളിൽ നീർക്കാക്ക, പൊന്മാൻ, ഞാറപ്പക്ഷി, വിവിധ തരം കൊക്കുകൾ ഉൾപ്പെടുന്നു. നദിയോട് ചേർന്നുള്ള മരങ്ങളിൽ തത്തകൾ, മൈനകൾ, ബുൾബുളുകൾ എന്നിവയെയും കാണാം. ചിലപ്പോൾ വേഴാമ്പലുകളെയും കാണാൻ സാധിച്ചേക്കാം. ഈ പക്ഷികളുടെ ശബ്ദങ്ങളും കാഴ്ചകളും യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗി പകരും. നദീതീരങ്ങളിൽ വെള്ളം കുടിക്കാനും ഭക്ഷണം കണ്ടെത്താനും പലതരം വന്യജീവികൾ വരാറുണ്ട്. ആനകൾ, കാട്ടുപോത്ത്, മ്ലാവ്, പുള്ളിമാൻ എന്നിവയെ സാധാരണയായി കാണാറുണ്ട്. കൂടാതെ വേട്ടയാടുന്ന മൃഗങ്ങളായ കടുവയും പുള്ളിപ്പുലിയും ഈ സമയങ്ങളിൽ നദീതീരങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നദീതീരങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണം. വയനാട് നദികളിൽ പലതരം മീനുകൾ കാണപ്പെടുന്നു. കബനി നദിയുടെ ഉപരിഭാഗത്ത് 130-ലധികം ഇനം മത്സ്യങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പല്ലി, വാള, രോഹു തുടങ്ങിയവ സാധാരണയായി കാണപ്പെടുന്നു. നദികളിലെ ശുദ്ധജല മത്സ്യങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണ്. മീനുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? വയനാടൻ യാത്രയിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. സുരക്ഷിതമായും സന്തോഷത്തോടെയും യാത്ര ചെയ്തിട്ടും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം.